ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുജേഷ് പുറകാട്. ഇനി വരാൻ പോകുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബേവറേജ് LD മുതലായ പരീക്ഷകൾക്ക് എങ്ങനെ ഒരു തുടക്കക്കാരായിട്ടുള്ള നിങ്ങൾ എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 6 ഘട്ട പ്ലാനാണ്, ഒരു 6 സ്റ്റേജ് സ്റ്റഡി പ്ലാനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊപ്പോസ് ചെയ്യുന്നത്. അതുകൂടാതെ അതിൻ്റെ കൂടെ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ, ഓരോ വിഷയവും കൈകാര്യം ചെയ്യുമ്പോൾ ഏതൊക്കെ മെറ്റീരിയൽസ് നിങ്ങൾ റെഫർ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു തുടക്കക്കാരായിട്ടുള്ള നിങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷകൾ എഴുതി ഒന്നും എത്താതെ എവിടെ എത്താതെ ആയിപ്പോയിട്ടുള്ള ആളുകളും പിന്നെ PSCക്ക് ഇനി തുടങ്ങാം എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ആളുകളും ഇവരൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി PSC പഠനം പ്രിലിംസിന് വേറെ മെയിൻസിന് വേറെ എന്നുള്ള രീതിയിലല്ല, ഹോളിസ്റ്റിക് അപ്രോച്ച് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞാണ് എന്താണ് ഹോളിസ്റ്റിക് അപ്രോച്ച്. ആ രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം 1ാം ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് സിലബസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇനി തയ്യാറെടുക്കുന്നത് UPSC പരീക്ഷകളിൽ ചെയ്യുന്ന പോലെ പ്രിലിംസിനും മെയിൻസിനും കൂടെ ഒരുമിച്ച് തയ്യാറെടുക്കുക. കാരണം പ്രിലിംസ് നിങ്ങൾ പാസ്സായിട്ട് മെയിൻസ് എഴുതാമെന്ന് നിങ്ങൾ പ്രതീക്ഷ നിന്നിട്ട് എനിക്ക് കാര്യമില്ല. കാരണം വളരെ കുറഞ്ഞ ഇടവേള മാത്രമേ ഈ 2 പരീക്ഷകൾ തമ്മിൽ ഇനി ഉണ്ടാവുള്ളൂ, ഇനിയുള്ള കാലഘട്ടത്തിൽ ഉണ്ടാവും. 2 പരീക്ഷകൾ തമ്മിലല്ല, പരീക്ഷ നടന്ന കുറച്ചുകൂടെ കാലയളവ് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എന്താണ്, റിസൾട്ട് വന്നിട്ട് നിങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉറപ്പിച്ചിട്ട് മെയിൻസ് എഴുതാൻ നിങ്ങൾക്ക് പിന്നീട് കിട്ടും 1-2 മാസമായിരിക്കും. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് മാറും. അതുകൊണ്ട് ഒരു ഹോളിസ്റ്റിക് സിലബസ് ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നു. എങ്ങനെയാണ് സിലബസ് ഉണ്ടാക്കേണ്ടത്? നിങ്ങളുടെ ഇപ്പോൾ കഴിഞ്ഞ LDC മെയിൻ പരീക്ഷയുടെ സിലബസ് എടുക്കുക. LDC മെയിൻ പരീക്ഷയുടെ സിലബസ് മൊത്തം എടുക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇപ്പോൾ 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട്, കഴിഞ്ഞ 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് തന്ന സിലബസ് ഉണ്ട്. ഈ 2 സിലബസും കൂടെ സംയോജിപ്പിക്കുക. ഈ 2 സിലബസിലും കൂടെ, അതായത് മെയിൻ സിലബസിൽ ഇല്ലാത്ത ഏതെങ്കിലും ഏരിയകൾ പ്രിലിംസിലുണ്ടെങ്കിൽ അതുകൂടെ ചേർക്കുക. ഒരുവിധം ഏരിയകളൊക്കെ കോമൺ ആണ്. ഓക്കെ, യെസ്. അപ്പം ചില പേരുകളിൽ മാത്രം, അതായത് ടോപ്പിക്കിൻ്റെ പേര് എഴുതിയതിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്ക് അത് സംശയമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതുകൂടി അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുക. അങ്ങനെ മെയിൻസിന്റെ സിലബസ്, LDC മെയിൻസിന്റെ സിലബസിന്റെ കൂടെ 10th ലെവൽ പ്രിലിംസിന്റെ സിലബസും കൂടെ ചേർത്ത് ഒരു പ്രിന്റ് ഔട്ട് ആക്കി എടുത്തിട്ട് നിങ്ങളെ റൂമിൽ അവിടെ വെക്കുക. ഓക്കെ, ഒട്ടിച്ച് വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും എടുത്ത് നോക്കാൻ പാകത്തിൽ വെക്കുകയോ ചെയ്യാം. ഓക്കെ, അതിൽ ടിക്കറ്റ് വെക്കാനുള്ള പാകത്തിലായിരിക്കണം ഈ സിലബസ് നിങ്ങൾ തയ്യാറാക്കിയിട്ടിരിക്കേണ്ടത്. അതായത് നിങ്ങൾ ഇനി അങ്ങോട്ട് പഠിച്ചു പോകുന്ന സ്ഥാനത്ത് ഓരോ ഏരിയകളും കവർ ചെയ്യുമ്പോൾ, അതായത് ഇന്ന ടോപ്പിക്ക് ഇപ്പോൾ എന്താണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അല്ലേ, അതിൽ പല ഏരിയകളുണ്ട്. അതിലൊരു ഏരിയ വായിക്കുന്നു. ആ ഏരിയ നിങ്ങൾ SCERTയിൽ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യുക. SCERT കവർ ചെയ്തു. ഇന്ന് വേറെ ഏതെങ്കിലും റാങ്ക് ഫയൽ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ റാങ്ക് ഫയൽ കവർ ചെയ്തു. അങ്ങനെ ഓരോ ഏരിയയും, അതായത് ഏതെങ്കിലുമൊക്കെ സൈറ്റിൽ നിന്ന് നിങ്ങൾ വിവരങ്ങൾ എടുത്തിട്ടുണ്ട് അത്. അങ്ങനെ ഓരോ ടോപ്പിക്കിലും ഏതൊക്കെ സാധനങ്ങൾ കവർ ചെയ്തു, എവിടെയൊക്കെ കവർ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി പോകണം. ഓക്കെ, ആ രീതിയിൽ കൃത്യമായിട്ട് 5 മുതൽ 10 വരെയുള്ള SCERT ബുക്കുകൾ വേണം. മറ്റ് മെറ്റീരിയലുകളൊക്കെ നോക്കണം. ആ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം, എന്തൊക്കെ നോക്കണം എന്നുള്ള കാര്യങ്ങൾ. ഓരോ സബ്ജക്റ്റിനും ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഓരോ സബ്ജക്റ്റിലും ഓരോ സബ്ജക്ട് ടോപ്പ്, അതായത് ഓരോ വിഷയ മേഖലകളിലും ഏതൊക്കെ ക്ലാസ് മുതൽ ഏതൊക്കെ ക്ലാസ് വരെ നിങ്ങൾ പഠിക്കണം, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, ഒരു സിലബസ്, അതായത് 2 കൂടി ചേർന്ന ഒരു സിലബസ്. ഇനി 10th ലെവൽ സിലബസ് എടുത്തിട്ടോ അല്ലെങ്കിൽ LDC മെയിൻ സിലബസോ മാത്രമല്ല, 2ഉം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സിലബസ് ഉണ്ടാക്കി വെക്കുക. അതാണ് 1ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, 2ാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾക്ക് ആവശ്യമായുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആദ്യം കണ്ടെത്തി വെക്കുക. അതായത് 2ാമത്തെ സ്റ്റെപ്പ് ഇതാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇനി പഠിക്കാൻ വേണ്ടത് ആ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, സംഘടിപ്പിച്ച് വെക്കുക. എന്തൊക്കെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണം അതൊക്കെ, സോഴ്സസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സംഘടിപ്പിച്ച് വെക്കുക. എന്തൊക്കെ സോഴ്സസ് നിങ്ങൾക്ക് വേണ്ടി വരും? ഏറ്റവും മെയിൻ സോഴ്സ് എന്താണ്? SCERT ബുക്കാണ്. ഇപ്പോൾ പലർക്കും, നമ്മളിത് പണ്ടേ നിരീക്ഷിക്കുന്നുണ്ട്, 2016-17 കാലഘട്ടത്തിൽ മുതൽ SCERT പാഠപുസ്തകം എന്നുള്ള ചോദ്യങ്ങൾ ചെറിയ രീതിയിൽ വന്ന് സ്റ്റാൻഡേർഡ് കൂടി ഇപ്പം വേറെ ലെവലിലേക്ക് എത്തി. അപ്പോൾ ഇപ്പോൾ എത്തിയപ്പോൾ PSC ചെയർമാന്റെ പ്രസ്താവന കൂടെ വന്നപ്പോൾ, പത്രവായനയും SCERT വായനയും ഉണ്ടെങ്കിൽ ഇനി PSC നേടാൻ പറ്റൂ എന്ന് കേട്ടപ്പോൾ ഞെട്ടിയ കുറേ ആളുകൾ ഇനി SCERT മതി എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്നുണ്ടാവും. പക്ഷേ ഇനി SCERT പോരാ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കത് തെളിവ് സഹിതം കാണിച്ചു തരാം. അപ്പോൾ SCERT മാത്രം പോരാ എന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇപ്പോൾ കഴിഞ്ഞ 7ാം ക്ലാസ് നിലവാരത്തിലുള്ള LGS പരീക്ഷയിൽ പോലും SCERT ഇല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ SCERT മാത്രം നോക്കിപ്പോയാൽ നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ LDCക്കും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും ബെവ്കോ LDക്കും ഒക്കെ എന്താണ് സ്ഥിതി വ്യത്യസ്തമായിട്ട് മാറും. അപ്പോൾ നമ്മളിത് കരുതി കൂട്ടി അതിനനുസരിച്ച് കണക്കാക്കി നിൽക്കണം. ഓക്കെ, അതുകൊണ്ട് എന്തൊക്കെ മെറ്റീരിയൽ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് ഓരോ
സബ്ജക്റ്റിനും പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ പൊതുവായിട്ട് വേണ്ട സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒന്ന് SCERT ബുക്ക് 5 മുതൽ 10 വരെയുള്ള SCERT ബുക്ക് നിങ്ങൾ സമഗ്രയിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് അല്ലെങ്കിൽ അടുത്തുള്ള വീടുകളിൽ നിന്ന് കുട്ടികളെടുത്ത് സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് അടിവരയിട്ട് നല്ല വൃത്തിയിൽ വായിക്കാൻ പറ്റും. മറ്റത് നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, PDF ഒക്കെ വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അടുത്ത വീട്ടിലെ കുട്ടികളെടുത്ത് നോക്കി ആയിട്ട് 5 മുതൽ 10 വരെയുള്ള സോഷ്യൽ സയൻസും ബേസിക് സയൻസിൻ്റെയും പുസ്തകം സംഘടിപ്പിക്കുക. ഒന്ന് പ്രധാനമായിട്ടും. പിന്നെ എന്ത് വേണം, മലയാളത്തിൻ്റെത് വേണം, ഇംഗ്ലീഷിൻ്റെ വേണം, അത് വൊക്കാബുലറിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറയാം. അപ്പം GK പാർട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ സയൻസിൻ്റെയും ബേസിക് സയൻസിൻ്റെയും പുസ്തകങ്ങൾ 5 മുതൽ 10 വരെയുള്ളത് സംഘടിപ്പിക്കുക. ഇനി കണ്ണിന് പ്രശ്നമില്ലാത്തവർ എന്ത് ചെയ്യുക, PDF ഉപയോഗിക്കുക. ഇനി NCERT ബുക്കുകളും ഇതേപോലെ തന്നെ 5 മുതൽ 10 വരെയുള്ള NCERT ബുക്കും ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, +1 +2 കാര്യങ്ങൾ ഞാൻ പറയാം. അതിൽ എന്താണ് അഡീഷണൽ സ്റ്റഡി ഒരു സ്റ്റെപ്പ് 6 മതി നമുക്ക്. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുക, 5 മുതൽ 10 വരെ ഉള്ളത്. ഇത് 5 മുതൽ 10 വരെയുള്ള NCERT ബുക്ക് നിങ്ങൾക്ക് പഠിക്കാനല്ല. ഇത് രണ്ടും പഠിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സിവിൽ സർവീസിന് പോവാം. ഓക്കെ, സിവിൽ സർവീസ് പ്രിപ്പറേഷന് പോവാം, അത് വേറെ കാര്യം. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, NCERT ഇതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് അഡീഷണൽ റെഫറൻസിന് വേണ്ടിയിട്ടാണ്. അതായത് ചില ഏരിയകൾ SCERTയിൽ വെറുതെ ബോക്സ് മാത്രം കൊടുത്തിട്ട് നിങ്ങൾ കണ്ടെത്തൂ, പുറത്തേക്ക് വിടും, ഇത് ബാക്കി കൂട്ടിച്ചേർക്കൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചങ്ങ് പോകും. പക്ഷേ ഇതൊക്കെ എവിടെ ഉണ്ട്, NCERTയിൽ ഡീപ്പായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു അധിക റെഫറൻസിന് വേണ്ടിയിട്ടാണ് NCERT ബുക്കുകൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ഒരു 6 മുതൽ 12 വരെയുള്ളത് വേണം നമുക്ക്. 11ഉം 12ഉം ഒക്കെ കുറച്ചേ വേണ്ടിയുള്ളൂ. അപ്പോൾ തൽക്കാലം ഫസ്റ്റ് ഘട്ടത്തിൽ എന്ത് ചെയ്യുക, 10 വരെയുള്ളത് ഡൗൺലോഡ് ചെയ്യുക. 5 മുതൽ 10 വരെ. 5 EVS ആയിരിക്കും. 6 മുതൽ 10 വരെയുള്ളത് സയൻസ് എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ടാവും. എന്താണ് സോഷ്യലിൻ്റെത് ഓരോ സെപ്പറേറ്റും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ 10ാം ക്ലാസ് വരെയുള്ള SCERTയും NCERTയും ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ ആശ്രയിക്കേണ്ട സൈറ്റുകൾ, സർക്കാർ സൈറ്റുകൾ, സർക്കാരിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സൈറ്റുകൾ ഓരോ വിഷയങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആശ്രയിക്കേണ്ടി വരും. ഓരോ വിഷയത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പ്രത്യേകം പറയാം. അപ്പോൾ വെബ്സൈറ്റുകൾ നിങ്ങൾ ആശ്രയിക്കേണ്ടി വരും. ഓക്കെ, പിന്നെ എന്താണ്, യൂട്യൂബ് ചാനലുകൾ, സബ്ജക്റ്റ് എക്സ്പേർട്സ് കൈകാര്യം ചെയ്യുന്ന യൂട്യൂബ് ചാനലുകൾ മാത്രം. അല്ലാതെ എന്തെങ്കിലും നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് അടിച്ചുവിടുന്ന യൂട്യൂബ് ചാനലുകൾ അല്ലാതെ. ഇത് രണ്ടും ഉണ്ട്. നമുക്ക് പറയുന്നതിന് എന്താ, നമ്മൾ ആരെയും ഒരാളെയും പേരെടുത്ത് വെച്ച് കുറ്റം പറയില്ലല്ലോ. എല്ലായിടത്തും എല്ലാം നല്ലതും ചീത്തയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നല്ലത് എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക. ഓരോ വിഷയത്തിനും അതാത് വിഷയത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് മാത്രം. അല്ലാതെ ഒരു വിഷയം തന്നെ എല്ലാവരും എടുക്കുന്ന സാധനമല്ല. കാരണം അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റാങ്ക് ഫയലൊക്കെ നോക്കി തട്ടിവിടുന്നതായിരിക്കും. പക്ഷെ നമുക്കതല്ല വേണ്ടത്, സബ്ജക്ട് എക്സ്പേർട്സ് ആണ്. ഇപ്പോൾ ഓരോ വിഷയത്തിനും എക്സ്പേർട്ട് ആയിട്ടുള്ള, നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ടു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ എന്താണ്, ജോഗ്രഫിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ ക്ലാസ്സുകൾ നിങ്ങൾ യൂട്യൂബിൽ കാണും. അതേപോലെ സയൻസ് വിഷയങ്ങൾ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഓരോ വിഷയങ്ങൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ ക്ലാസ്സുകൾ നിങ്ങൾ യൂട്യൂബിൽ കാണും. അതേപോലെ തന്നെയാണ് മറ്റു വിഷയങ്ങൾ, എക്കണോമിക്സ് അല്ലേ, കമ്പ്യൂട്ടർ, ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ അവരുടെ സബ്ജക്റ്റ് വൈസ് ക്ലാസ്സുകൾ തരുന്നുണ്ടെങ്കിൽ ആ യൂട്യൂബ് ചാനലുകൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ട പ്രധാന സോഴ്സുകൾ നിങ്ങൾ ആദ്യം കയ്യിൽ വെക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് എന്ത് വേണം, ഇംഗ്ലീഷ് നിങ്ങളുടെ സിലബസ് കൃത്യമായിട്ട് കവർ ചെയ്യുന്ന ഒരു പുസ്തകം കയ്യിൽ വേണം. അതൊന്നുകിൽ നിങ്ങൾ LDCക്ക് വാങ്ങിയ റാങ്ക് ഫയലിൽ കൃത്യമായിട്ടുണ്ടെങ്കിൽ അത് മതി. LDC പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങൾ വാങ്ങിയ റാങ്ക് ഫയലിൽ കൃത്യമായിട്ടുണ്ടെങ്കിൽ അത് മതി. അത് കുറച്ച് അളവ് കുറവായിരിക്കും, എന്നാലും അതിൽ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഒരു ദിശാബോധം നൽകാൻ അത് മതിയാവും. ഓക്കെ, അതേപോലെ തന്നെ മാത്സ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള, മെയിൻ സിലബസിൽ പറഞ്ഞിട്ടുള്ള 12, 13, 25 ടോപ്പിക്കുകൾ അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകം. അതായത് മാത്സിൻ്റെ സെപ്പറേറ്റ് ബുക്ക്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ റാങ്ക് ഫയലിൽ ഇതേപോലെ ഈ 25 ടോപ്പിക്കുകൾ അടങ്ങിയ മാത്സിൻ്റെ ഭാഗം ഉണ്ടാവും. അതായാലും മതി, ഒരു ദിശാബോധത്തിന് അത് മതി. ഓക്കെ, മാത്സും എന്തും ഇംഗ്ലീഷും അതേപോലെ തന്നെ എന്തും മലയാളത്തിൻ്റെ കാര്യവും. ഈ മൂന്നും നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള റാങ്ക് ഫയലിൽ ഈ മൂന്നിൻ്റെയും സെക്ഷൻ ഉണ്ടാവും. അത് മതി നമുക്കൊരു ദിശാബോധത്തിന്. ബാക്കി നമുക്ക് മറ്റുള്ള ഏരിയകളിൽ നിന്ന്, മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന്, മറ്റുള്ള സോഴ്സുകളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ ഉണ്ടായാൽ മതി, പഴയ റാങ്ക് ഫയൽ ഉണ്ടായാൽ മതി, പുതിയത് വാങ്ങണമെന്നില്ല. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം സെപ്പറേറ്റ് അതിനായിട്ട് ഇറങ്ങിയ ബുക്കുകൾ വാങ്ങണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും സോഴ്സസ് എന്ത് ചെയ്യുക, കയ്യിലൊരുക്കി വെക്കുക. ഓക്കെ, വെബ്സൈറ്റുകൾ എന്തൊക്കെയെന്നുള്ളത് നമ്മൾ പിന്നീട് പറയാം. അപ്പോൾ ഇത്രയും സോഴ്സുകളാണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പം നമ്മുടെ സ്റ്റെപ്പ് 2 ആയി. അതായത് സ്റ്റെപ്പ് 1ൽ നമ്മൾ സിലബസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ നമ്മൾ ഹൃദിസ്ഥമാക്കി നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇനിയുള്ള കാലഘട്ടത്തിൽ സിലബസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകണം. രണ്ടാമത്തെ നമ്മൾ അതിന് വേണ്ടിയുള്ള സ്റ്റഡി മെറ്റീരിയൽസ് എന്ത് ചെയ്തു, സംഘടിപ്പിച്ചു. ഇനി മൂന്നാമത്തെ ഘട്ടം എന്താണ്, ക്വസ്റ്റ്യൻ പേപ്പർ കളക്ഷനാണ്. അപ്പോൾ ഇപ്പോൾ പലരുടെയും ചിന്ത പ്രീവിയസിന് ഇനി പ്രാധാന്യം ഉണ്ടോ എന്നുള്ള. എൻ്റെ കൺസെപ്റ്റ് പ്രകാരം പ്രീവിയസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ തലേന്ന് നടന്ന പരീക്ഷ വരെയുള്ളത് എന്താണ്, പ്രീവിയസ് ആണ്. അതിൽ ഏറ്റവും പ്രാധാന്യം എന്താണ്, തലേന്ന് നടന്ന പരീക്ഷയ്ക്കാണ്. കാരണം അതാണ് നിലവിലുള്ള ട്രെൻഡ് അല്ലേ. തലേന്ന് നടന്ന മുതൽ അങ്ങോട്ടേക്കാണ് എന്ത് ഏറ്റവും പ്രാധാന്യം. നിലവിലുള്ള ട്രെൻഡ് ഏറ്റവും നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കളക്ഷൻ. അതായത് ഇപ്പം മാറിയ ഈ കാലഘട്ടത്തിൽ PSC പരീക്ഷകളുടെ രൂപമാറ്റം നടന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ സംഘടിപ്പിക്കേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം നിങ്ങൾ
സംഘടിപ്പിക്കേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ LDC എക്സ് സർവീസ്മാൻ പരീക്ഷ മുതൽ ഇങ്ങോട്ടുള്ളത്. LDC എക്സ് സർവീസ്മാൻ അല്ലേ, സൈനിക് വെൽഫെയറിലേക്കൊക്കെയുള്ള LDC നടന്നില്ല, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ആ LDC എക്സ് സർവീസ്മാൻ മുതൽ ഇങ്ങോട്ട് സാർജന്റ്, പിന്നെ LDC മെയിൻ എക്സാം, LGS മെയിൻ എക്സാം, പിന്നെ ഇതിനിടയിൽ ഇപ്പം നടന്ന സെയിൽസ്മാൻ, ഓഫീസ് അറ്റൻഡന്റ്, ഇങ്ങനെയുള്ള പരീക്ഷകളുണ്ട്. മലയാളത്തിൽ നടന്ന PSC പരീക്ഷകൾ, പിന്നെ ചില പ്രത്യേക സ്പെഷ്യൽ കുറച്ച് ചെറിയ ആളുകൾ മാത്രം എഴുതിയിട്ടുള്ള പരീക്ഷകൾ 2-3 ക്വസ്റ്റ്യൻ പേപ്പർ വേറെയുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ സംഘടിപ്പിക്കും. ഇതൊക്കെ പുതിയ പാറ്റേൺ ആണ്, പുതിയ ട്രെൻഡാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക്സ് കിട്ടും. അങ്ങനെ അനലൈസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ 1-2 പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് LDCക്കും LGSനൊക്കെ വേണ്ടിയിട്ട് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് തന്നത്. അതിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ വന്നപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താണ്, ട്രെൻഡാണ്. അതെന്ത് ചെയ്യുന്നതാണ്, ക്വസ്റ്റ്യൻ പേപ്പറിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ട്രെൻഡ് മനസ്സിലാവുക. അപ്പോൾ ആ ട്രെൻഡ് ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആദ്യം സംഘടിപ്പിക്കുന്നു. അത് ഒന്നുകിൽ PSCയുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് അല്ലെങ്കിൽ ഏതെങ്കിലും ടെലഗ്രാം ചാനലിലോ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടാവും. ഈ സാധനങ്ങൾ മുഴുവൻ സംഘടിപ്പിച്ച് വെക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയും PSC കൊടുത്തിരിക്കുന്ന ആൻസർ കീയും സംഘടിപ്പിക്കുക. ഓക്കെ, അതാണ് നിങ്ങൾ ആദ്യം വായിച്ച് തുടങ്ങേണ്ടത്. തുടക്കക്കാരനാണെങ്കിൽ എന്താണ് ഇപ്പോൾ PSCയുടെ സ്ഥിതി, എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്, എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഓരോ ഏരിയയും വായിക്കുമ്പോൾ ഞാൻ എങ്ങനെ മനസ്സിലാക്കണം, എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിച്ചാലേ എനിക്ക് ഈ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ഷൻ സഹായിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ഷൻ എന്ന് പറയുന്നതിൽ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം കളക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി സ്റ്റെപ്പ് 4, 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് GK പഠിക്കുക. കാരണം നമുക്ക് ഇപ്പം പുതിയ പാറ്റേൺ ഒക്കെയാണ്. പക്ഷെ പുതിയ പാറ്റേൺ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ പഠിച്ചങ്ങ് തുടങ്ങുകയല്ല ആദ്യം വേണ്ടത്. നിങ്ങൾക്ക് എന്ത് വേണം, ആദ്യം ഒരു അടിത്തറ വേണം. എന്നിട്ട് എന്ത് വേണം, ആ അടിത്തറയിൽ കയറി നിന്ന് നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കണം. നിങ്ങൾ ഉള്ളിലേക്ക് കാര്യങ്ങൾ കണ്ടന്റ് എന്തെങ്കിലും വേണം അല്ലേ. കണ്ടന്റ് എന്തെങ്കിലുമൊക്കെ കയറി കഴിഞ്ഞാലേ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പായിട്ട് പോകണം. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, പ്രീവിയസ് GK 2017 മുതൽ ഇങ്ങോട്ട് 2016-17 കാലഘട്ടത്തിലാണ് SCRT കൂടുതലായിട്ട് കടന്നു വന്നു തുടങ്ങിയത്. അപ്പോൾ 2017 മുതൽ ഇങ്ങോട്ട് 2021 വരെ ഒരു പ്രത്യേക ട്രെൻഡാണ്. ആ ഒരു ട്രെൻഡ് ഏകദേശം ഒരേപോലെയാണ്. അതിനുശേഷം ഇപ്പോൾ ട്രെൻഡ് വീണ്ടും മാറുകയാണ്. അപ്പം 2017 to 2021 വരെയുള്ള PSC നടത്തിയ എല്ലാ മലയാളത്തിലുള്ള പരീക്ഷകൾ, അത് ആയ, പ്യൂൺ, വാച്ച്മാൻ മുതൽ 7ാം ക്ലാസ്സും യോഗ്യതയൊക്കെയുള്ള 3ാം ക്ലാസ്സും 7ാം ക്ലാസ്സും ഒക്കെ യോഗ്യതയുള്ള പരീക്ഷകൾ മുതൽ മേലോട്ട് LDC പോലെയുള്ള 10th ലെവൽ പരീക്ഷകൾ വരെ മലയാളത്തിൽ നടത്തിയ എല്ലാ പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ 2017 to 2021. അതൊന്നുകിൽ അങ്ങനെയുള്ള പുസ്തകങ്ങൾ വാങ്ങുക, അല്ലെങ്കിൽ സൈറ്റിൽ നിന്നോ എവിടെന്നെങ്കിലുമൊക്കെ ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ സംഘടിപ്പിക്കുക. ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ സംഘടിപ്പിച്ച് അതിലുള്ള GK പാർട്ടും ഇംഗ്ലീഷ് പാർട്ടും മലയാളം പാർട്ടും, ഓക്കെ, ഗണിതവും വേണമെങ്കിൽ ചെയ്തു നോക്കാം. പക്ഷേ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അതിലുള്ള GK പാർട്ടാണ്. ആ GK പാർട്ട് മാത്രം കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു അടിത്തറയായി, കയറി നിൽക്കാനൊരു സാധനമായി. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചില്ലറ മാർക്കുകൾ കിട്ടും. എല്ലാ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് അത് വായിച്ചുകൊണ്ട് മാത്രം ആൻസർ ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഒരൊറ്റ ഒന്ന് പോലും നിങ്ങൾക്ക് ഇത് വായിച്ച് ആൻസർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതില്ലാതെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ വെറും ഒരു ഒഴിഞ്ഞ പാട്ടയാണ്. അപ്പോൾ അതിങ്ങനെ വെറുതെ സൗണ്ട് ഉണ്ടാക്കുക എന്നല്ലാണ്ട് അതിനെ കൊണ്ടൊരു ഗുണം ഉണ്ടാവില്ല. ഓക്കെ, ഓരോരുത്തർക്ക് നിങ്ങൾ തട്ടിത്തെറിപ്പിക്കാൻ എളുപ്പമാണ്. മറ്റേ ആൾ ഇത് പറയും, അപ്പോൾ നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോകും. വേറൊരാൾ വേറൊരു കാര്യം പറയും, ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ നിങ്ങൾ ഉള്ളിലേക്ക് എന്തെങ്കിലും കണ്ടന്റ് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തന്നെ ഒരു ബോധം ഉണ്ടാവും, ഇതിങ്ങനെയൊക്കെയാണ് വേണ്ടത്. അതിന് 1ാമത്തെ സ്റ്റെപ്പിൽ അല്ലേ, അതായത് പഠനത്തിൻ്റെ 1ാം സ്റ്റെപ്പിൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമുണ്ട് ഇങ്ങനെയൊക്കെയാണ് പഠനം, വെറും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളല്ല അല്ലേ. ഒരു 50 GK ഉണ്ടെങ്കിൽ ഒരു 15-20 സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളും ബാക്കി അല്ലാത്ത ചോദ്യങ്ങളുണ്ട്. ഇതുകൂടി കിട്ടിയാലേ എനിക്ക് ടോപ്പ് റാങ്കിലേക്ക് പോകാൻ പറ്റൂ. ഇങ്ങനെയൊക്കെയുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും. അല്ലാതെ ഇത് പെട്ടെന്ന് ഒരു ദിവസം പാറ്റേൺ മാറി എന്ന് കേൾക്കുന്നവരെന്താ ചിന്തിക്കുന്നത്, ചിന്തിക്കുന്ന പുതിയ പാറ്റേൺ ആണ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ്, ഇനി പഠനമൊന്നും ഇങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഘോരം പ്രസംഗിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിനൊന്നും നിങ്ങൾ ചെവി കൊടുക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, 2017 to 2021 വരെയുള്ള പ്രീവിയസ് GK പെട്ടെന്ന് വായിച്ച് നല്ലൊരു അടിത്തറയാണ് ഉണ്ടാക്കുക. ആ അടിത്തറയിൽ ഈ 50 GKയിൽ ഒരു 10, 15, 20 മാർക്ക് വരെ കിട്ടും. കാരണം ഈ 2017-21 പ്രീവിയസ് GK എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു 70%, 65-70% GK വന്നിരിക്കുന്ന എവിടെ നിന്നായിരിക്കും, SCRT പുസ്തകങ്ങളിൽ നിന്നായിരിക്കും. ബാക്കിയുള്ള GK എന്ന് പറയുന്നത് നിങ്ങളുടെ സിലബസിൽ SCRTയിൽ ഇല്ലാത്ത മറ്റ് ഏരിയകളിൽ നിന്ന് എവിടെ നിന്നൊക്കെയാണോ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ആ ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള പരീക്ഷകളിലും ഇവിടെ നിന്നുള്ള കുറേ ചോദ്യങ്ങൾ കിട്ടും. PSC ഒരിക്കലും പ്രീവിയസ് ആവർത്തിക്കില്ല എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട.
പ്രീവിയസ് ചോദ്യങ്ങൾ ആവർത്തിക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. എങ്ങനെയുള്ള ചോദ്യങ്ങൾ? പണ്ടത്തെ പോലെയുള്ള ആ ഒരു ടിപ്പിക്കൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അതുണ്ട്, അതല്ല, അത് ആവർത്തിക്കില്ല. ഓക്കെ, അതല്ലാത്ത ചോദ്യങ്ങൾ എന്ത് ചെയ്യും? വരും. അതായത് ഈ കാലഘട്ടത്തിൽ വന്നിരിക്കുന്നതൊക്കെ SCERT ബേസ്ഡ് ആയതുകൊണ്ട് ഈ ചോദ്യങ്ങളൊക്കെ കുറേയൊക്കെ ഇനിയും ഉണ്ടാവും. അപ്പോൾ ഇതെന്ത് ചെയ്യണം? ആദ്യഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചുറപ്പിക്കണം. അപ്പോൾ GK നിങ്ങൾക്കൊരു അടിത്തറ അവിടെ ആവും. അതിൻ്റെ കൂടെ നിങ്ങൾ ഇംഗ്ലീഷും മാത്സും മലയാളവും നോക്കിക്കഴിഞ്ഞാൽ ആ വിഷയങ്ങളിലുള്ള സ്ഥിതി എന്താണ്, ആ വിഷയങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? ഈ എക്സർവീസ്മെൻ മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ മാത്സും മലയാളം ഇംഗ്ലീഷ് എന്ത് മാറ്റങ്ങളാണ് വന്നതെന്ന് മനസ്സിലാവും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അടിത്തറയും ഇടാൻ പറ്റും. അപ്പോൾ 2017-21 വരെ മാത്രം പ്രീവിയസ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്കൊരു ചെറിയൊരു നല്ല അത്യാവശ്യം കയറി നിൽക്കാൻ പറ്റിയൊരു അടിത്തറ അവിടെ എന്ത് ചെയ്യും? രൂപീകരിക്കപ്പെടും. ഇനിയാണ് മെയിൻ സ്റ്റെപ്പ് അല്ലെ, നമ്മളെ കോർ ഭാഗം അല്ലെ. കോർ എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പ് 5 ആണ്. ഇവിടെയാണ് നിങ്ങൾ യഥാർത്ഥ പഠനം, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം, സിലബസിനെ കവർ ചെയ്തുള്ള പഠനം ആരംഭിക്കുന്നത് ഇവിടെയാണ്. മറ്റത് പ്രീവിയസ് ഒക്കെ വായിക്കുമ്പോൾ നിങ്ങൾ ഒരു ഏരിയയും സിലബസ് കവർ ചെയ്യുന്നില്ല. സിലബസ് തീർക്കാൻ പോകുന്നത് ഇനിയാണ്. ഇനി അങ്ങോട്ടുള്ള പഠനത്തിലാണ് നിങ്ങൾ സിലബസ് തീർക്കാൻ പോകുന്നത്. അവിടെ നിങ്ങളുടെ സിലബസ് പഠനത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാന സാധനം SCERT 5 മുതൽ 10 വരെയാണ്. SCERT 5 മുതൽ 10 വരെ കവർ ചെയ്ത് കഴിയുമ്പോൾ GKയിലെ ഒരു 70-75% വരെ നിങ്ങൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആവും. ബാക്കിയുള്ള ഒരു 25% പുറത്തുനിന്ന് വരും. അതായത് സുപ്രധാന നിയമങ്ങൾ, ഭരണഘടനയുടെ കുറേ ചോദ്യങ്ങൾ, പിന്നെന്താ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യത്തിൽ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പിന്നെ കേരളവും ഭരണ സംവിധാനങ്ങളും, പിന്നെ കലാ, കായികം, സാഹിത്യം, അങ്ങനെയുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ. ആ ഏരിയകളിൽ നിന്നൊക്കെയാണ് പുറത്തുനിന്നുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവുക. അതിൽ SCERT ചോദ്യങ്ങൾ വളരെ അപൂർവമായിട്ട് കുറച്ച് ചോദ്യങ്ങളെ ഉണ്ടാവും. കാരണം ഇതൊക്കെ SCERTയിൽ ഇല്ലാത്ത ടോപ്പിക്കുകളാണ്, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം അടങ്ങിയ ടോപ്പിക്കുകളാണ്. ഓക്കെ, അപ്പോൾ 5 മുതൽ 10 വരെയുള്ള SCERT പഠിക്കുമ്പോൾ ഒരു 70%, അതായത് നിങ്ങളുടെ സിലബസിൻ്റെ ഒരു 70% നിങ്ങൾ എന്ത് ചെയ്യും? കവർ ചെയ്യപ്പെടും. അത് എപ്പോഴും ഓർമ്മിക്കുക, 5 മുതൽ തുടങ്ങുക അല്ലേ. അല്ലാതെ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് 10 നിന്നാണല്ലോ എന്ന് കരുതി 10ാം ക്ലാസ്സിൽ അത് ആദ്യം അങ്ങ് തീർക്കാമെന്ന് വിചാരിക്കുന്നത് അത് തെറ്റായ പ്രവൃത്തിയാണ്. ഏതൊരു വിഷയത്തിനും തുടക്കത്തിൽ നിന്ന് മേലോട്ടേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് ഹൃദയസ്ഥമാക്കാൻ പറ്റും, പ്രത്യേകിച്ചും സയൻസ് വിഷയങ്ങളിൽ. അത് 5 മുതൽ 10 വരെ തന്നെ എന്ത് ചെയ്യുക? മേലോട്ടേക്ക് പോവുക. ഓക്കെ, 5 നിന്ന് 10ലേക്ക് പോവുക, 5 നിന്ന് 6, 7, 8, 9, 10ലേക്ക് പോവുക. ഹിസ്റ്ററി നേരെ തിരിച്ചു വന്നാൽ കുഴപ്പമില്ല, പക്ഷേ അതും 5 മുതൽ 10 വരെ തന്നെ പഠിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുമ്പോൾ ഏറ്റവും നല്ലത് അങ്ങനെ തന്നെ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ 5 മുതൽ 10 വരെയുള്ള SCERT പാഠപുസ്തകങ്ങൾ തീർക്കുന്നു. അതിൽ നിങ്ങൾ ഏതൊക്കെ ചാപ്റ്ററുകൾ നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം ഒഴിവാക്കാം? നിങ്ങളുടെ സിലബസിൽ എന്തില്ല? മധ്യകാല ഇന്ത്യ ഇല്ല, മധ്യകാല ലോകമില്ല, മധ്യകാല കേരളമില്ല. അപ്പോൾ അതിൻ്റെ കുറേ ചാപ്റ്ററുകൾ അടങ്ങിയിട്ടുണ്ട് പാഠപുസ്തകത്തിൽ 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ. ആ ചാപ്റ്ററുകളൊക്കെ ഒഴിവാക്കാം. മധ്യകാല ഇന്ത്യ, മധ്യകാല ലോകം, മധ്യകാല കേരളം കുറിച്ചുള്ള ചാപ്റ്ററുകൾ ഒഴിവാക്കാം. പ്രാചീന ഇന്ത്യ, പ്രാചീന ലോകം, പ്രാചീന കേരളത്തിനെ കുറിച്ചുള്ള ചാപ്റ്ററുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. കാരണം നമുക്ക് ആധുനിക ഇന്ത്യ, ആധുനിക കേരളം, ആധുനിക ലോകമേ പഠിക്കാനുള്ളൂ. അപ്പോൾ ചരിത്രത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഏരിയ ഒഴിവാക്കാൻ പറ്റും. ഭൂമിശാസ്ത്രത്തിൽ നിങ്ങൾ ഒന്നും ഒഴിവാക്കേണ്ടതില്ല. കാരണം ഇന്ത്യൻ ഭൂമിശാസ്ത്രവും പൊതുഭൂമിശാസ്ത്രവുമാണ് SCERTയിൽ കൂടുതലുള്ളത്. കേരള ഭൂമിശാസ്ത്രം 2 ചെറിയ ചാപ്റ്ററുകൾ മാത്രമേ ഉള്ളൂ. കേരള ഭൂമിശാസ്ത്രം നമുക്ക് നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ അവിടെ ഒന്നും ഒഴിവാക്കാനില്ല, ഭൂമിശാസ്ത്രത്തിൽ ഒന്നും ഒഴിവാക്കാനില്ല. ചരിത്രത്തിൽ ഈ പറഞ്ഞ മധ്യകാലവും പ്രാചീനകാലവും നിങ്ങൾ എന്ത് ചെയ്യുക? ഒഴിവാക്കി പിടിക്കുക. ഓക്കെ, ദെൻ സയൻസ് ഒന്നും ഒഴിവാക്കാനില്ല. ജീവശാസ്ത്രം, അതേപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ഈ ചാപ്റ്ററുകളിൽ നിങ്ങൾക്ക് നേരിട്ട് പ്രത്യക്ഷത്തിൽ നിങ്ങളുടെ സിലബസിൽ ഇല്ല എന്ന് തോന്നുന്ന 1-2 ചാപ്റ്ററുകൾ ഉണ്ടാവും. അത് ഏതൊക്കെയാണ്? വൈദ്യുതി നിങ്ങൾ എവിടെയും കാണുന്നില്ല, പക്ഷെ അതൊരു ഊർജ്ജ രൂപമാണ്, വൈദ്യുതോർജ്ജം. അതുകൊണ്ട് ഊർജ്ജത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റാണത്, അത് ഒഴിവാക്കാൻ പറ്റില്ല. കാന്തികത അല്ലേ, നിങ്ങൾ കാണില്ല, പക്ഷേ കാന്തിക ബലം, മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ബലങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊന്നും പ്രത്യക്ഷത്തിൽ നിങ്ങൾ കാണില്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ടോപ്പിക് അല്ല. അപ്പോൾ 5 മുതൽ 10 വരെയുള്ള സയൻസ് വിഷയങ്ങളിലെ ടോപ്പിക്കുകൾ, ചാപ്റ്ററുകൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ നമുക്ക് വേണം. പക്ഷെ ഒരു ഗുണമുണ്ട്, 5 മുതൽ 10 വരെ SCERT ചാപ്റ്ററുകളെ സയൻസ് മുഴുവൻ പഠിക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ചരിത്രത്തിൻ്റെയും ഭൂമിശാസ്ത്രത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ കുറച്ച് നിങ്ങൾ +1ലേക്കും +2ലേക്കും അഡീഷണൽ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. ചില പ്രത്യേക ചാപ്റ്ററുകൾ നിങ്ങൾ പഠിക്കേണ്ടി വരും. NCERTയുടെ റെഫറൻസ് നിങ്ങൾ എടുക്കേണ്ടി വരും. ഓക്കെ, പക്ഷേ SCERT 5 മുതൽ 10 വരെ പഠിച്ച സയൻസ് ഏകദേശം നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ എന്തുമാത്രം മതി? NCERTയുടെ കുറച്ച് റെഫറൻസ് മാത്രം ചില ഏരിയകൾ നോക്കിയാൽ മാത്രം മതിയാവും. ഓക്കെ, യെസ്. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ 5 മുതൽ 10 വരെ കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ SCERTയിൽ ഇല്ലാത്ത സിലബസ് ഏരിയകൾ തീർക്കണം നിങ്ങൾക്ക്, ഇതോടൊപ്പം തന്നെ തീർക്കണം. അത് ഓരോ ദിവസങ്ങളായിട്ട് നിങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് പോകുമ്പോൾ
സുപ്രധാന നിയമങ്ങൾ വേണം. സർക്കാർ സൈറ്റുകളെ ആശ്രയിക്കണം അല്ലെ, പ്രത്യേക സൈറ്റുകളെ ഓരോ നിയമങ്ങളും കൊടുത്തിരിക്കുന്ന സൈറ്റുകളുണ്ട്. ആ നിയമങ്ങൾ അതേപോലെ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. ഇതിൻ്റെ മലയാള പരിഭാഷ കിട്ടും നിങ്ങൾക്ക്. മലയാള പരിഭാഷ വാങ്ങാനും കിട്ടുന്നുണ്ട്. പോലെ പല നിയമങ്ങളുടെയും മലയാള പരിഭാഷ നിങ്ങൾക്ക് ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും. അത് വാങ്ങി പഠിക്കാം. അല്ലെങ്കിൽ കണ്ടന്റ് എക്സ്പേർട്ടിൻ്റെ അല്ലെങ്കിൽ സബ്ജക്ട് എക്സ്പേർട്സിൻ്റെ ക്ലാസ്സുകൾ ഇതിന് വേണ്ടി കാണാം. നിങ്ങൾക്ക് ഓരോ വിഷയം എടുക്കുന്ന വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ ക്ലാസ്സുകൾ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അത് ആപ്പിൻ്റെതായാലും അല്ലാതെ ചാനലുകളുടേതായാലും അങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാം അല്ലേ. അപ്പോൾ ഓരോ വിഷയത്തിൻ്റെ സുപ്രധാന നിയമങ്ങളായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ തന്നെ പിന്നെ ജീവശാസ്ത്രത്തിൽ സിലബസിൽ ഉള്ളതും SCERT പാഠപുസ്തകത്തിൽ ഇല്ലാത്തതുമായിട്ടുള്ള ഒരു സാധനമാണ് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ SCERTയിൽ ആകെ കർസാപ്പും WIFSും വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ചോദിക്കലുണ്ട്. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പുറത്തുനിന്ന് സ്കീമുകളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കണം. സർക്കാരിൻ്റെ ആരോഗ്യക്ഷേമ വകുപ്പിൻ്റെയും ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ വകുപ്പ് ഉണ്ടല്ലോ, അതേപോലെ തന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പ്, ഇങ്ങനെയുള്ള ചില വകുപ്പുകളുടെ ഒക്കെ സ്കീമുകളുണ്ട്. അപ്പോൾ ആ സ്കീമുകളുടെ ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് സൈറ്റിൽ നിന്ന് കിട്ടും. അത് എന്ത് ചെയ്യണം, പഠിക്കണം. അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് കണ്ടന്റ് എക്സ്പേർട്സ് എടുത്തിരിക്കുന്ന അങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കാണേണ്ടി വരും. പിന്നെ കേരളം ഭരണവും ഭരണ സംവിധാനവും വളരെ കുറച്ച് തുച്ഛമായ വിവരങ്ങൾ SCERTയിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതെന്ത് ചെയ്യണം, പ്രത്യേകം ടോപ്പിക്കായിട്ട് നിങ്ങൾ പഠിക്കേണ്ടി വരും ഈ പറഞ്ഞ രീതിയിൽ. ഓക്കെ. പിന്നെ കല, കായികം, സാഹിത്യം, സംസ്കാരം, കുറച്ച് ചോദ്യങ്ങൾ SCERT പുസ്തകത്തിൽ ഉണ്ട്. അതേപോലെ തന്നെ SCERTയുടെ മലയാളം പാഠപുസ്തകങ്ങളുണ്ടല്ലോ, മലയാളത്തിൻ്റെ പുസ്തകങ്ങൾ, അതിൽ നിന്നും കുറച്ച് വിവരങ്ങൾ കിട്ടും. ബാക്കി വിവരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അഡീഷണൽ നിങ്ങൾ പഠിക്കേണ്ടി വരും, പുറത്തുനിന്ന് നമ്മൾ പഠിക്കേണ്ടി വരും. അതിന് നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയൽ ഉപയോഗിക്കാം. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി നിങ്ങൾ വാങ്ങി വെച്ച റാങ്ക് ഫയൽ കലാകായിക സാഹിത്യത്തിന് ഉപയോഗിക്കാം, PSC ബുള്ളറ്റിന് ഉപയോഗിക്കാം. ഓക്കെ. അത് രണ്ടും കവർ ചെയ്യുമ്പോൾ ആ ഏരിയയും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. ആ രീതിയിലാണ് GK കൈകാര്യം ചെയ്യേണ്ടത്. പിന്നെ കറണ്ട് അഫയേഴ്സ്, ആനുകാലികം സെക്ഷനിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഇപ്പോൾ എന്ത് തുടങ്ങണം, പത്രവായന നിങ്ങൾ തുടങ്ങണം. പത്രത്തിൽ നിന്ന് നിങ്ങൾ ഓരോ ദിവസവും 5-10 ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഓരോ ദിവസവും അത് ശീലമാക്കി മാറ്റണം. ആ നോട്ട് നിങ്ങളെ കയ്യിലുണ്ടാവണം. പരീക്ഷ വരെയുള്ള ആ നോട്ട് നിങ്ങളെ കയ്യിലുണ്ടാവണം. അത് കൂടാതെ ഇനി ഈ കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ടല്ലോ, കറണ്ട് അഫയേഴ്സ്. അതിനുവേണ്ടി നിങ്ങൾ PSC ബുള്ളറ്റിൻ്റെ കറണ്ട് അഫയേഴ്സും അല്ലേ, 3500 GK എന്നിട്ടാൻ പറഞ്ഞൊരു പുസ്തകമില്ലേ, 3500 തോന്നുന്നു അല്ലേ കറണ്ട് അഫയേഴ്സ് ഉള്ളത് അല്ലേ, 35 അങ്ങനെ എന്തോ കുറേ GK നിങ്ങളത് നോക്കണ്ട, വലിയ കാര്യമൊന്നുമില്ല. അതിലുള്ള കറണ്ട് അഫയേഴ്സ് ഉണ്ടല്ലോ, ആ കറണ്ട് അഫയേഴ്സിന് വേണ്ടി അതിനെ ആശ്രയിക്കുക, ദിവസേനയുള്ള പത്രവായന ഉപയോഗിക്കുക. ഓക്കെ. ആ രീതിയിൽ കറണ്ട് അഫയേഴ്സിനെ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കിക്കാണണം. പിന്നെ കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സബ്ജക്റ്റ് വൈസ് കറണ്ട് അഫയേഴ്സ് ആണ് കൂടുതലും എല്ലാ പരീക്ഷകളിലും വന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ നടന്ന പരീക്ഷകളിലൊന്നും കറണ്ട് അഫയേഴ്സ് 20 എണ്ണം എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്തത്. അതുകൊണ്ടാണ്. അപ്പോൾ ആ കറണ്ട് അഫയേഴ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ സബ്ജക്റ്റ് തന്നെ നോക്കണം. അപ്പോൾ നിങ്ങൾ ലേറ്റസ്റ്റ് ഇവൻറ്റ്സ് ഇൻ ഫിസിക്സ്, ലേറ്റസ്റ്റ് ഇവൻറ്റ്സ് ഇൻ ബയോളജി, ലേറ്റസ്റ്റ് ഇവൻറ്റ്സ് ഇൻ ജോഗ്രഫി, ലേറ്റസ്റ്റ് ഇവൻറ്റ്സ് ഇൻ ഹിസ്റ്ററി എന്നൊക്കെ അടിച്ചാൽ കുറേ കണ്ടന്റ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് വരും. UPSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷിലെ മെറ്റീരിയൽസ് ആണ് കൂടുതലും വരിക. അത്യാവശ്യം കുറച്ച് മലയാളം മെറ്റീരിയൽസും വരും. ആ രീതിയിൽ എന്ത് ചെയ്യണം, പുതിയ വിവരങ്ങൾ ഓരോ വിഷയത്തിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ. യെസ്. അപ്പോൾ ആ രീതി, അത് കണ്ടന്റ് എക്സ്പേർട്ട്, അതായത് ഒരു സബ്ജക്ട് എക്സ്പേർട്ടിൻ്റെ ക്ലാസ് കാണുന്ന ഓരോ വിഷയങ്ങൾക്ക് ഇനിയെന്ന് ഞാൻ പറയാൻ കാരണതാ, ഇനിയിപ്പോൾ എന്താ നടക്കാൻ പോകുന്ന അറിയോ, ഇവിടെ ഒക്കെ എന്ത് ചെയ്യും, ഇനി SCERT എടുത്ത് വെച്ചുള്ള പരക്ക വായനയായിരിക്കും ഇനി എല്ലായിടത്തിലും നടക്കാൻ പോകുന്നത്. അത് മാത്രം പോരാ, ഇനി SCERT വായന മാത്രം പോരാ, അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. അതിൻ്റെ കൂടെ നമ്മൾ SCERTയിൽ വിട്ട സാധനങ്ങളും അഡീഷണൽ സാധനങ്ങളും ബോക്സുകളും കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ചോദ്യപേപ്പറിൽ വന്നു തുടങ്ങും. കാരണം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ടഫ്നെസ് കൂടി വരും അല്ലേ. അതായത് ആ കാലഘട്ടത്തിൽ ഇതേപോലെ ഇനി കുറേ കാലം പരീക്ഷ നടക്കുകയാണെങ്കിൽ പരീക്ഷ എന്തായി, മുമ്പത്തെ പോലെ തന്നെ ഈസിയായി. അപ്പോൾ ടഫ് ആക്കണേലുള്ള വഴി എന്താ, ഇനി SCERTയിൽ നേരിട്ട് പറഞ്ഞിട്ടില്ലാത്ത ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ കൂടെ നമ്മൾ നേടി വരും, പഠിക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ CAയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഈ പറഞ്ഞ PSC ബുള്ളറ്റിൻ നോക്കണം, പത്രവായന നിർബന്ധമായിട്ട് വേണം. ഈ പറഞ്ഞ പോലെ എന്താണ്, ലേറ്റസ്റ്റ് ഇവൻറ്റ്സ് ഓരോ സബ്ജക്റ്റിലും കൃത്യമായിട്ട് അറിയണം. ഓരോ സബ്ജക്റ്റിലെയും ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആനുകാലിക കാര്യങ്ങൾ പഠിക്കണം അല്ലേ. അതായത് ഇപ്പോൾ ഫിസിക്സിലെ ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ പഠിക്കുമ്പോൾ പുതിയതായിട്ട് കണ്ടെത്തിയ അവസ്ഥകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, എല്ലാ ചോദ്യപേപ്പറിലും നോബൽ സമ്മാനം വരുന്നു. എന്തുകൊണ്ടാണ്, സബ്ജക്റ്റ് വൈസ് കറണ്ട് അഫയേഴ്സ് വരുന്നതുകൊണ്ടാണ്. സബ്ജക്റ്റ് വൈസ് കറണ്ട് അഫയേഴ്സ് വരുന്നു, അതുകൊണ്ട് എന്താണ് 6 വിഷയങ്ങളിൽ നോബൽ സമ്മാനം കൊടുക്കുന്നുണ്ട്. അത് കൂടുതൽ ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇനി കലാകായികം, സാംസ്കാരികം ഒക്കെ നിങ്ങളുടെ സിലബസിലുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒളിമ്പിക്സും പാരാലിമ്പിക്സും കയറി വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക്കുകളാണ്.
അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യണം, കറണ്ട് അഫയേഴ്സിനെ അപ്രോച്ച് ചെയ്യണം. പിന്നെ ഇംഗ്ലീഷ്, മലയാളം, ഗണിതത്തിൻ്റെ കാര്യമാണ്. അത് ഓരോന്നിലും കവർ ചെയ്യേണ്ട ഏരിയകൾ എന്തൊക്കെയാണെന്നും ആ ഏരിയ കവർ ചെയ്യാൻ വേണ്ട പുസ്തകങ്ങൾ, മെറ്റീരിയൽസ് എന്താണെന്നുള്ള കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് ഇപ്പോൾ പറയാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സിലബസിനെ, ഈ കോർ സിലബസിനെ നിങ്ങൾ തീർക്കണം. ഈ നമ്മുടെ ഹോളിസ്റ്റിക് അപ്രോച്ച് സിലബസിനെ നിങ്ങൾ SCERT 5 to 10 പിന്നെ അഡീഷണൽ കാര്യങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒന്നാം ഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, സിലബസ് അവിടെ തീർത്ത് വെക്കുന്നു. എന്നിട്ട് നിങ്ങൾ അഡീഷണൽ സ്റ്റഡി, അതായത് സ്റ്റെപ്പ് 6ലേക്ക് കടക്കുകയാണ്. അഡീഷണൽ സ്റ്റഡിയാണ്. അതായത് VFA, ബെപ്കോ, LDക്കൊക്കെ ശരിക്കും 5 മുതൽ 10 വരെ SCERT വേണ്ടിയുള്ളൂ. പക്ഷേ ഇതിലില്ലാത്ത കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, ഇത് +1 ഉണ്ടാവും, +2 ഉണ്ടാവും, അപ്പോൾ അവിടെ നിന്നായിരിക്കും വന്നതെന്ന് വിചാരിക്കും. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇത് +1 +1-2 ബുക്കിൽ മാത്രമാണ് ഒരു ചോദ്യകർത്താവിന് ചോദ്യം ഇടാൻ പറ്റുക. ഒരു ചോദ്യകർത്താവ് നോക്കുന്നു, അയാൾ SCERT ബുക്കിൽ 2 ഫാക്സ് കാണുന്നു, 2 ഫാക്സ് അയാൾ കയ്യിൽ നിന്നിട്ടൂടെ. അപ്പോൾ കയ്യിൽ നിന്നിടുന്ന ഫാക്സ് എവിടെ നിന്ന് കിട്ടും? അയാളെപ്പോലെയുള്ള അധ്യാപകരുടെ അടുത്ത് നിന്ന് കിട്ടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സബ്ജക്ട് എക്സ്പേർട്സിൻ്റെ ഓരോ വിഷയത്തിൻ്റെയും ക്ലാസ്സുകൾ കാണുന്നവർക്ക് ഗുണം ചെയ്യും. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് മനസ്സിലാവും. അപ്പോൾ അഡീഷണൽ സ്റ്റഡി എന്ന് പറയുന്നത് SCERT +1 +2 ആണ്. അത് ഫുള്ളായിട്ടൊന്നും പഠിക്കൽ നിങ്ങളെ കൊണ്ട് നടക്കില്ല, പ്രത്യേകിച്ച് ഈ പരീക്ഷയ്ക്ക്. +2 എക്സാമുകൾക്കും ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും പഠിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും +1 +2 പഠിക്കണം. അരിച്ചു പെറുക്കി 5 മുതൽ 10 വരെയുള്ള എങ്ങനെ പഠിക്കുന്നു ആ രീതിയിൽ തന്നെ പഠിക്കണം. പക്ഷേ VFA, ബെപ്കോ, LD മുതലായിട്ടുള്ള 10th ലെവൽ പരീക്ഷകൾക്ക് പഠിക്കുന്ന ആളുകൾ സെലക്റ്റീവായിട്ട് എന്ത് ചെയ്യേണ്ടതുള്ളൂ, +1ലെയും +2ലെയും ചാപ്റ്ററുകൾ പഠിക്കേണ്ടതുള്ളൂ. കേരള റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ചാപ്റ്ററുകളുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ചാപ്റ്ററുകളുണ്ട്. ആ ചാപ്റ്ററുകളൊക്കെ നിങ്ങൾക്ക് എന്തിനു വേണ്ടി വരും, ഇവിടെ നിങ്ങൾക്ക് ആവശ്യം വരും. ഓക്കെ, യെസ്. അപ്പം സയൻസ് നിങ്ങൾ +1 +2 സയൻസ് നിങ്ങൾ പഠിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് ആവില്ല, ഒന്നിട്ട് നടക്കുകയില്ല. ഓക്കെ, അതിന് വേറെ വഴികൾ നമുക്ക് നോക്കണം. ഓക്കെ, അപ്പം സ്പെഷ്യൽ ചാപ്റ്റേഴ്സ് കുറച്ചുണ്ടാവും. പിന്നെ എന്ത് ചെയ്യണം, NCERT റെഫറൻസ് അഡീഷണൽ സ്റ്റഡിയിൽ വരുന്നതാണ്. NCERT ബുക്കുകൾ ഡൗൺലോഡ് ചെയ്തൊക്കെ പറഞ്ഞില്ലേ, അതാണ് അഡീഷണൽ സ്റ്റഡിയിൽ വരുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ സിലബസിലെ ഓരോ ഏരിയ കവർ ചെയ്തപ്പോഴും നിങ്ങൾക്ക് ചില ഏരിയകൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. കാരണം SCERT കുറച്ചേ ഉള്ളൂ, നിങ്ങൾ വേറെ ഒരിടത്തു നിന്നൊക്കെ സംഘടിപ്പിച്ച് പഠിച്ചതും കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ നോക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അതൊക്കെ NCERT നോക്കേണ്ടി വരും. അങ്ങനെയുള്ള ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഫിസിക്സിലെ സിലബസിൽ ഉത്തോലകങ്ങൾ ചെറിയ ക്ലാസ്സിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5-ലോ 6-ലോ എങ്ങാനാണ് ഉത്തോലകങ്ങൾ, ധാരം, യത്നം, രോധം എന്താണെന്ന് പറയുന്നു, അതിനനുസരിച്ച് വർഗീകരിക്കുന്നു പറയുന്നു. ഒരു 4 ചിത്രമുണ്ട്. അതേത് വർഗത്തിലാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളോട് പറയുന്നു. കണ്ടുപിടിച്ച് വെച്ചിട്ടൊന്നുമില്ല പാഠപുസ്തകത്തിൽ. അപ്പോൾ ആ ചാപ്റ്ററും പഠിച്ചു പോകുന്ന ഒരാൾക്ക് ഉത്തോലകത്തിനുള്ള ചോദ്യം വന്നാൽ ശരിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ ചെയ്യാൻ പറ്റില്ല. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, NCERT റെഫർ ചെയ്യണം. അല്ലേ, NCERT 6ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. 6ാം ക്ലാസ്സിൽ എന്തുണ്ട്, ഈ ഉത്തോലകങ്ങളെക്കുറിച്ച് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ ലിവേഴ്സിനെ കുറിച്ച് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും വരുന്ന ഏതൊക്കെയാണ്, അത് എങ്ങനെയാണെന്നുള്ള കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെയാണ് മറ്റോരോ വിഷയങ്ങളുടെയും കാര്യം. അതായത് NCERTയിൽ എന്തുണ്ടാവും നിങ്ങൾക്ക് വിശദമായിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കിട്ടാത്തത്, ഇപ്പോൾ കെമിസ്ട്രീൻ്റെ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആൽക്കലോയിഡുകൾ SCERTയിൽ നിങ്ങൾ കാര്യമായിട്ട് പഠിക്കില്ല, പക്ഷേ ഇവിടെയുണ്ട്. അതേപോലെയാണ് ഓരോ വിഷയവും. ഇത് ഓരോ ടോപ്പിക് എടുത്ത് നോക്കുമ്പോൾ ചില ടോപ്പിക്കുകൾ നിങ്ങൾ ഇവിടെ കാണില്ല, അത് എവിടെ ഉണ്ടാവും, നിങ്ങൾക്ക് NCERT റെഫറൻസ് ചെയ്യണം. ആ രീതിയിൽ എന്ത് ചെയ്യാം, സ്റ്റെപ്പ് 6 കംപ്ലീറ്റ് ചെയ്യുക. സിലബസിനെ നിങ്ങൾ എഴുതി വെച്ച സിലബസിന് ഓരോ ഹെഡിങ് ഉണ്ടല്ലോ, അതിന് നേരെയും നിങ്ങൾ അതിനു വേണ്ടി കവർ ചെയ്ത സാധനങ്ങൾ എഴുതി വെക്കണം എന്ന് പറഞ്ഞ ഇതിനാണ്. SCERT 5 to 10 നിങ്ങൾ കവർ ചെയ്തു, ഇന്ന് റാങ്ക് ഫയൽ നിങ്ങൾ കവർ ചെയ്തു, ഇന്ന് ക്ലാസ്സുകൾ നിങ്ങൾ കവർ ചെയ്തു, അതൊക്കെ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക നിർബന്ധമാണ്. എന്നിട്ട് അവസാനം നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതാണ്, ഇതിൽ ഏതെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കേണ്ടതാണ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് എന്ത് പറയാം, ഓരോ ഏരിയയിലും നിങ്ങൾ എവിടം വരെ എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ മെറ്റീരിയൽ എന്നുള്ളത് പറയാം. പൊതുവെയുള്ള മെറ്റീരിയൽസ് കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ഇതിൽ എന്തൊക്കെയാണെന്നുള്ള ജീവശാസ്ത്രം, ഫിസിക്സ്, കെമിസ്ട്രി 5 മുതൽ 10 വരെയുള്ളതേ പാഠപുസ്തകങ്ങൾ നമ്മൾ വായിക്കേണ്ടിയുള്ളൂ. +1 +2 വേണ്ട, 5 മുതൽ 10 വരെയുള്ള പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കേണ്ടതുള്ളൂ. സബ്ജക്ട് എക്സ്പേർട്സിന്റെ ക്ലാസ്സുകൾ കാണണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്ട് എക്സ്പേർട്സിന്റെ ക്ലാസ്സുകൾ നിർബന്ധമായിട്ടും കാണണം. ഓക്കെ, ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, 10ാം ക്ലാസ്സിന് മേലോട്ടേക്ക് അത്യാവശ്യം ഇറങ്ങേണ്ടി വരുന്ന കുറച്ച് ചാപ്റ്ററുകളുണ്ട്. അത് വിശദമായിട്ടൊക്കെ നമുക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ നിങ്ങൾക്ക് ആ ഏരിയകളൊക്കെ ഞാൻ പിന്നീട് ഇട്ട് തരുന്നുണ്ട്. അതായത് കൂടുതലായിട്ട് നിങ്ങൾ നോക്കേണ്ട, അതായത് 10ാം ക്ലാസ് കൂടാതെ എക്സ്ട്രാ നിങ്ങൾ നോക്കേണ്ട ഏരിയകളൊക്കെ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ആ രീതിയിൽ ഈ ഏരിയകൾ നോക്കണം. ദെൻ നിയമങ്ങൾ, സുപ്രധാന നിയമങ്ങൾ, ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളം ഭരണ സംവിധാനം, ഈ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ചില വെബ്സൈറ്റുകളെ ആശ്രയിക്കേണ്ടി വരും, സർക്കാർ സൈറ്റുകളെ ആശ്രയിക്കണം. പിന്നെ ഈ ഓരോ നിയമത്തിൻ്റെയും മലയാള പരിഭാഷ ലഭ്യമാവും, അത് വായിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പേർട്സിൻ്റെ ക്ലാസ്സുകളും ഓരോ ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പേർട്സ് ക്ലാസ്സുകൾ യൂട്യൂബിലുണ്ട്, ആ സാധനങ്ങളും കാണാം. ഓക്കെ, പിന്നെ കല, കായികം, സംസ്കാരം, സാഹിത്യവും മലയാളവും,
ഈ രണ്ടിനും വേണ്ടിയിട്ട് നിങ്ങൾ പ്രധാനമായിട്ട് ആശ്രയിക്കേണ്ട ഒരു സാധനമാണ് ഈ PSC ബുള്ളറ്റിൻ. നിങ്ങൾക്ക് ഇപ്പോൾ എടുത്ത് നോക്കിയാൽ അറിയാം, മലയാളത്തിലുള്ള പല ചോദ്യങ്ങളും PSC ബുള്ളറ്റിലുള്ള പങ്ക്തികളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ PSC ബുള്ളറ്റിനും പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയലുള്ള മലയാളം ഏരിയയും പിന്നെ SCERT മലയാളം പുസ്തകം. SCERT മലയാളം പുസ്തകത്തിൽ എന്തുണ്ട്, മലയാളത്തിൻ്റെ ഭാഗങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് അവിടെ കിട്ടുക, അർത്ഥവും പര്യായവും മാത്രമല്ല കിട്ടുക. നിങ്ങൾക്ക് കലാ, കായികം, സാഹിത്യം, സംസ്കാരം ഉണ്ടല്ലോ, അവിടെ നല്ല കുറേ ചോദ്യങ്ങൾ കിട്ടും. ചില സാഹിത്യകാരന്മാരെ കുറിച്ചും അവരുടെ കൃതികളെ കുറിച്ചൊക്കെ കിട്ടും. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത കാലത്ത് വന്നിട്ടില്ലേ ഇഷ്ടംപോലെ OP വിജയൻ്റെ കടൽ തീരത്ത് നിന്നും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അങ്ങനെ പല കഥാപാത്രങ്ങളൊക്കെ വരുന്നത് എവിടെ നിന്ന് തന്നെയാണ്, SCERT പാഠപുസ്തകത്തിൽ നിന്നാണ്, പ്രത്യേകിച്ചും 10ാം ക്ലാസ്സിൽ നിന്നാണ്. അപ്പോൾ SCERT മലയാളം പുസ്തകത്തിൽ നിന്നുള്ള സാഹിത്യ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ സാംസ്കാരിക സംബന്ധമായിട്ടുള്ള വിവരങ്ങളും എടുക്കുക. പിന്നെ മലയാളത്തിനുള്ള എന്താണ് പദശുദ്ധിയും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും കിട്ടും. പിന്നെ ഔദ്യോഗിക ഭാഷാ വകുപ്പിൻ്റെ മലയാള ഔദ്യോഗിക ഭാഷാ വകുപ്പിൻ്റെ സൈറ്റിൽ കുറച്ച് പദശുദ്ധിയും വാക്യശുദ്ധിയും തെറ്റിപ്പോകുന്ന വാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക ഇതിന് മലയാളത്തിൻ്റെ കാര്യത്തിൽ. ഇതിന് ആനുകാലികത്തിൻ്റെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഒന്ന് പത്രവായന, 2 PSC ബുള്ളറ്റിനിലെ CA ബുക്ക് ഉണ്ടല്ലോ, PSC ബുള്ളറ്റിൻ്റെ CA ബുക്ക്, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സബ്ജക്റ്റ് ഇവൻറ്റ്സ് എന്നറിഞ്ഞ് എന്ത് ചെയ്യുക, ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കുക. ദെൻ ഗണിതത്തിന് നിങ്ങളുടെ കയ്യിലുള്ള എന്താണ് ബേസ് റാങ്ക് ഫയൽ ഉണ്ടാവുമല്ലോ, ആ റാങ്ക് ഫയലുള്ള ഗണിതം കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണം, SCERT ഫോളോ ചെയ്യണം. മാത്സിൻ്റെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യണം, SCERT ഫോളോ ചെയ്യണം. അതായത് 5 മുതൽ 10 വരെയുള്ള SCERT മാത്സിൽ നിങ്ങളുടെ സിലബസിലുള്ള ഏരിയകൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. നിങ്ങളുടെ സിലബസിൽ 25 ടോപ്പിക് ഉണ്ടല്ലോ, ആ ടോപ്പിക്കിൽ നിന്ന് വരുന്ന മാത്സിൻ്റെ ഭാഗങ്ങൾ 5 മുതൽ 10 വരെയുള്ള സിലബസിൽ എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങൾ കവർ ചെയ്യണം. ഇത് കൂടാതെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. 7ാം ക്ലാസ് നിലവാരത്തിലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകൾ, നിങ്ങളുടെ ഈ VFAൻ്റെയും വെബ്കോ LDൻ്റെ ഒക്കെ കൂടെ 10th ലെവൽ പ്രിലിംസിൻ്റെ കൂടെ വേറെ ഏതെങ്കിലുമൊക്കെ പരീക്ഷകളൂടെ ഉണ്ടാവുമല്ലോ, അതിന് തയ്യാറെടുക്കുന്ന ആളുകൾ 7ാം ക്ലാസ്സിൽ എല്ലാ മാത്സും നോക്കേണ്ടി വരും. ദെൻ ഈ VFA വെബ്കോ LD മുതലായ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ 10ാം ക്ലാസ്സിലെ സിലബസിൽ ഇല്ലാത്ത മാത്സ് നോക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ LDCയിൽ അല്ലേ ഈ രീതിയിലുള്ള പരീക്ഷകളിലൊക്കെ അങ്ങനെ സംഭവം വന്നു, പോളിനോമിയൽ എന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ 10ാം ക്ലാസ്സിലെ ബാക്കി മാത്സ് ബുക്കിലെ ബാക്കി ഏരിയ കൂടെ ഒന്ന് നോക്കി വെക്കുക, അതിലുള്ള ഇക്വേഷനും കാര്യങ്ങളും ഒന്ന് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക കൂടെ നിങ്ങൾ ചെയ്താലേ മാത്സിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫുൾ പഴുതടയ്ക്കാൻ പറ്റുള്ളൂ. ആ രീതിയിലുള്ളൊരു മാറ്റം മാത്സിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യണം, മാത്സ് കൈകാര്യം ചെയ്യണം. ഓക്കെ അല്ലേ? യെസ്. അപ്പം 7ലെയും 10ലെയും എന്ത് ചെയ്യണം, 7ഉം 10ഉം പറയാൻ കാരണം 7ാം ക്ലാസ് യോഗ്യത, 10ാം ക്ലാസ് യോഗ്യത, അത്തരം പരീക്ഷകൾക്ക് അതിലുള്ള ഫുൾ ചാപ്റ്ററുകളും ഒരു ഐഡിയ ഉണ്ടാക്കുക. അതല്ലാതെ 5 മുതൽ 10 വരെയുള്ള എല്ലാ ചാപ്റ്ററിലെയും സിലബസ് ഏരിയ വരുന്ന മാത്രം നോക്കിയാലും മതി. ഓക്കെ, യെസ്. പിന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യം ഇതേപോലെ ആ റാങ്ക് ഫയലിലുള്ള ഇംഗ്ലീഷിൻ്റെ സെക്ഷൻ കൂടാതെ ഇവിടെ പ്രീവിയസിന് നല്ലൊരു പ്രാധാന്യമുണ്ട്. കുറേ പാറ്റേൺ മാറ്റം ഇംഗ്ലീഷിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രീവിയസ് ഒരു 10 വർഷം വരെയുള്ള പ്രീവിയസ് എങ്കിലും പഠിച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വൊക്കാബുലറിയും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ SCERT വൊക്കാബുലറി നോക്കുക. മലയാളത്തിൽ നോക്കിയ പോലെ തന്നെ SCERTയിൽ ഇംഗ്ലീഷ് പുസ്തകത്തിൽ നിന്നുള്ള വൊക്കാബുലറി ഓരോ ചാപ്റ്റർ വെച്ചിട്ട് അതൊക്കെ ഞാൻ ഒരുമിച്ച് ക്രോഡീകരിച്ച് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരും. ഓക്കെ, മലയാളത്തിൻ്റെ ഞാൻ ഗ്രൂപ്പിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. മലയാളത്തിൻ്റെ വൊക്കാബുലറി ഞാൻ ഓൾറെഡി ഈ അടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. LDCക്ക് ശേഷം LDCയുടെ തലേന്ന് ആണ് ഞാനത് ഉണ്ടാക്കിയത്. ഇപ്പം തലേന്ന് ഇട്ട് നിങ്ങളെ വേദനിപ്പിക്കേണ്ട വെച്ചിട്ട് എന്ത് ചെയ്താൽ എല്ലാവരുടെയും എന്താ കച്ചറയായിരിക്കും. ഇനി സാർ ലാസ്റ്റ് ടൈമിൽ ഇത് ഇട്ട് എന്നാൽ പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ട് കച്ചറയായതുകൊണ്ട് ഞാൻ ആ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് പോസ്റ്റ് ചെയ്ത്. ആ പരീക്ഷയിൽ അവിടെ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് വൊക്കാബുലറി ആയിട്ട് ബന്ധപ്പെട്ട് SCERT വൊക്കാബുലറി ഇംഗ്ലീഷും മലയാളവും കിട്ടണം. ഓക്കെ, ആ രീതിയിൽ എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യണം. ഓക്കെ, ഇനി ഇപ്പോൾ പല ആളുകളും പറയുന്നു ഇനി SCERT മാത്രം മതി. അത് കേട്ട് തുടക്കക്കാരായിട്ടുള്ള നിങ്ങൾ പാവങ്ങൾ നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. SCERT മെയിൻ മതി. ഒരു 70% GKയും SCERT നിന്ന് കിട്ടും. നമുക്ക് 70% പോരാ, ഫുള്ള് കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളതും നോക്കേണ്ടി വരും. അത് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു 7ാം ക്ലാസ് നിലവാരത്തിലെ LGS പരീക്ഷയ്ക്ക് വന്ന കുറച്ച് ചോദ്യങ്ങളൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞ ചോദ്യം നോക്കിയേ. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം SCERT മതി. SCERT മാത്രം മതിയെങ്കിൽ ഇവിടെ ഉത്തരം എന്താണ്, ബ്യൂട്ടൈൻ ആണ്. ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് പ്രൊപ്പൈനും ബ്യൂട്ടൈനുമാണ്. ഇനി അതെല്ലാവരും കൂടെ മാസ് കംപ്ലയിൻസ് കൊടുത്ത് ഡിലീറ്റ് ആക്കുമെന്ന് എനിക്കറിയില്ല. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, SCERT മാത്രം കിട്ടില്ല, ഒരു സബ്ജക്ട് എക്സ്പെർട്ട് ക്ലാസ് ഡേയിലേ കിട്ടുള്ളൂ. ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? ഓക്കെ, പുതിയ SCERT ബുക്കിൽ ഇത് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ നിർമ്മിക്കുന്ന കൊടുത്തുകൊണ്ട് പലരും അത് തെറ്റിദ്ധരിക്കും അല്ലേ. ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന ഒരു പ്രക്രിയ പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ നിന്ന് നിർമ്മിക്കുന്നത് എവിടെ കൊടുത്തിട്ടുണ്ട്? പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പ്രീസ്ലിയെ കുറിച്ചുള്ള ഒരു ബോക്സും കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രീസ്ലി നിർമ്മിച്ചത് മെർക്കുറിക് ഓക്സൈഡിൽ നിന്നാണെന്നുള്ള കാര്യം അവിടെ പറഞ്ഞിട്ടില്ല, പുതിയ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. പണ്ടത്തെ പഴയ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പുതിയ SCERTയിലും NCERTയിലും ഈ ഫാക്റ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ കിട്ടും?
ഇത് ഓക്സിജനും ഹൈഡ്രജനും എന്ന ടോപ്പിക് ഒരു കണ്ടന്റ് എക്സ്പേർട്ട് എടുക്കുമ്പോഴേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് ചാനലിലെ ക്ലാസ്സുകൾ വഴിയേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ റാങ്ക് ഫയലും ഇല്ല ഈ ചോദ്യം മെർക്കുറിക് ഓക്സൈഡിൽ നിന്ന് കിട്ടുന്ന എന്നുള്ളത് ഇതിലും അടങ്ങിയിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ ഓക്സിജനും ഹൈഡ്രജനും ഒക്കെ വിശദമായിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ തേടി വരേണ്ട ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം എന്ത് ഫുൾ ചോദ്യങ്ങൾ ഇവിടെ ഇല്ല. ഇത് ഞാൻ ഉദാഹരണം സയൻസ് എന്നുള്ള 2-3 ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഇതേപോലെയാണ് എല്ലാ വിഷയങ്ങളുടെ കാര്യവും ഇതേപോലെയാണ്. നോക്കിയേ, ജലജന്യ രോഗം 5-ലും 10-ലുമാണ് രോഗങ്ങളെക്കുറിച്ചുള്ള ചാപ്റ്ററുകളുള്ളത്. പുതിയ SCERT പുസ്തകത്തിൽ 5ാം ക്ലാസ്സിൽ ജലത്തിലൂടെ പകരുന്ന രോഗമാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നു. അത് മാത്രം പഠിച്ച നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതിയിട്ടുണ്ട്. കാരണം എന്താ, നിങ്ങൾ ഇത് മാത്രമല്ല, നിങ്ങൾ റാങ്ക് ഫയലും പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ തള്ളിപ്പറയുന്ന റാങ്ക് ഫയലും കൂടി പഠിച്ചുകൊണ്ടാണ് ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയത്. നിങ്ങൾ ഇന്ന് ഇരുന്നിട്ട് എല്ലാ റാങ്ക് ഫയലുകളെയും വെറുതെ കുറ്റം പറയുന്നുണ്ട്. റാങ്ക് ഫയലൊക്കെ പഠിച്ച് ഇത്രയും മാർക്ക് കിട്ടിയ ആളുകൾ അതിലില്ലാത്ത കുറേ ചോദ്യങ്ങൾ കണ്ടപ്പോൾ റാങ്ക് ഫയലൊക്കെ കത്തിക്കാനും മറ്റൊക്കെ നിങ്ങൾ പിള്ളേരുമാർ എന്ത് ചെയ്യുന്നുണ്ട്, ആഹ്വാനം ചെയ്യുന്നുണ്ട് അല്ലേ. കുട്ടികൾ തന്നെ വന്ന് ചാനലിലും അവിടെ ഇവിടെ ഒക്കെ കമൻറ്റ് ചെയ്യുന്നത് കാണാം. ഓക്കെ, ഇതൊക്കെ അവർ പറഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ട് എനിക്കറിയില്ല. ഓക്കെ, അപ്പം എന്താണ് അവിടെ മഞ്ഞപ്പിത്തം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 10ാം ക്ലാസ്സിലും ഇതുണ്ട്, രോഗങ്ങളെക്കുറിച്ചുള്ള ചാപ്റ്റർ ഉണ്ട്. അവിടെ ഹെപ്പറ്റൈറ്റിസ് ജലജന്യ രോഗമാണെന്ന് പറയുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ABCDEFG എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും ഹെപ്പറ്റൈറ്റിസ് എയും ഇയുമാണ് ജലജന്യ രോഗമെന്നും ബാക്കിയുള്ള ഹെപ്പറ്റൈറ്റിസ് ലൈംഗിക ബന്ധത്തിലൂടെയും രക്തദാനത്തിലൂടെ ഒക്കെ വരുന്നതെന്ന് അവിടെ പറയുന്നില്ല. അതൊരു കണ്ടന്റ് എക്സ്പേർട്ടിന്റെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ ടോപ്പിക് വിശദമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന എവിടെയെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് വിശദമായിട്ട് അറിഞ്ഞാലേ ആ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടാവും, കാരണം നിങ്ങൾ ഈ ഗ്രന്ഥങ്ങളിലൂടെയും മുമ്പ് PSCക്ക് വേണ്ടി പോയത് കൊണ്ടാണ്. ലെപ്റ്റോസ്പൈറോസിസ് ജലത്തിലൂടെ പകരുന്ന രോഗമാണെന്ന് 10ാം ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. ലെപ്റ്റോസ്പൈറോസിസിനെ പറ്റി പറയുന്നുണ്ട്, അവിടെയുണ്ട്. അപ്പോൾ അതവിടെ ചോദ്യകർത്താവ് കുറച്ച് കൂട്ടിയിട്ടു അല്ലേ. ഹെപ്പറ്റൈറ്റിസും ലെപ്റ്റോസ്പൈറോസിസും വേറെ ഏതെങ്കിലും കൊടുക്കുന്നതിന് പകരം ജലജന്യ രോഗത്തിൽ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും പെടാത്ത ഹെപ്പറ്റൈറ്റിസ് ബിയും കൂടെ അവിടെ പെടുത്തി. ഹെപ്പറ്റൈറ്റിസ് ബി എന്തല്ല, ജലജന്യ രോഗമല്ല. അപ്പോൾ ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡായി SCERT മാത്രം പഠിച്ചു പോകുന്നവന് ഈ ചോദ്യം കിട്ടില്ല. അവിടെ നിന്ന് കിടന്ന് ആലോചിക്കണം അല്ലേ. കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക്, നേരത്തെ പറഞ്ഞ പോലെ റഫർ ചെയ്ത് പഠിക്കുന്ന ആളുകൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, ദെൻ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം. 10ാം ക്ലാസ്സിൽ നിപ്പയെ കുറിച്ച് പറയുന്നുണ്ട്. പന്നിയിൽ നിന്ന് വരുമെന്നും അല്ലേ, പന്നിയിൽ നിന്ന് വവ്വാലിലേക്കും, വവ്വാലിൽ നിന്ന് മനുഷ്യരിലേക്കും, പന്നിയിൽ നിന്ന് മനുഷ്യരിലേക്ക് വന്ന മലേഷ്യയിലെ കാര്യവും ഒക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പം നിപ്പയുടെ കാര്യം കിട്ടും. പക്ഷേ ജപ്പാനീസ് എൻസഫലൈറ്റിസ് അഥവാ ജപ്പാൻ ജ്വരത്തെക്കുറിച്ച് 5-ലും 10-ലും ഇതിനെക്കുറിച്ച് പറയുന്ന രോഗങ്ങൾ എന്നുള്ള ടോപ്പിക്കിൽ പുതിയ SCERTയിലൊന്നും നിങ്ങൾ ഈ വസ്തുത കാണില്ല. അപ്പോൾ ഈ ചോദ്യം കിട്ടുമോ? ഇല്ല. അപ്പോൾ SCERT മാത്രം മതി എന്നും പറഞ്ഞ് ആരെയും തെറ്റിദ്ധരിപ്പിക്കരുത്. നമ്മൾ എന്തും പഠിക്കുമ്പോൾ കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കും എല്ലാ മെറ്റീരിയൽസും സോഴ്സും ഉപയോഗിച്ചുകൊണ്ട് കവർ ചെയ്താൽ മാത്രമേ ഇനിയുള്ള അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. SCERT പഠിച്ചാൽ GKയുടെ ഒരു 70% കവർ ചെയ്യാം. പക്ഷേ 100% കവർ ചെയ്താലേ നമുക്ക് കോൺഫിഡൻസോടെ പരീക്ഷ എഴുതാനും ഉന്നത റാങ്ക് നേടാനും വിജയത്തിലേക്ക് എത്താനും പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് സിലബസ് ഉണ്ടാക്കുക, ഇത്തരം മെറ്റീരിയൽസ് സോഴ്സുകൾ കളക്ട് ചെയ്യുക, അതിൽ നിന്ന് ഈ രീതിയിൽ പഠിച്ച് മുന്നേറുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ബൈ.